കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണന ശ്രീകൃഷ്ണപുരത്ത് CPIM പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മറ്റു സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നത് പോലെ ഒരു കാലത്തും കേരളത്തെ പരിഗണിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ മലയാളികളും ഈ രാജ്യത്തെ ഭരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളം അതിന് തനതായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നത് പോലെ കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കാലത്തും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം ഉത്തർപ്രദേശിനും ബീഹാറിനും ഒക്കെ ലഭിക്കുന്നത് പോലെ നമുക്കും ലഭിക്കണമെന്ന ആഗ്രഹം നമ്മുടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. അതുപോലെ തന്നെ എയിംസ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന BJPയുടെ നേതാക്കന്മാർ ഒരു വേള തെരഞ്ഞെടുപ്പിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള എയിംസ് കോഴിക്കോടോ തൃശ്ശൂരോ ആലപ്പുഴയോ എവിടെയാണെങ്കിലും എയിംസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്നൊരാഗ്രഹം ഒരാവശ്യം കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ കേരളം അവതരിപ്പിച്ചിരുന്നു. മലയാളികളെ ആകെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങളാണ് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്ന ഒരു നിലപാട് പോലും ഈ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന BJP ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കേരളത്തിന് അവകാശപ്പെട്ട കോച്ച് ഫാക്ടറി ആയാലും കേരളത്തിന് അവകാശപ്പെട്ട എയിംസ് ആയാലും കേരളം കയ്യിൽ നിന്ന് പണമെടുത്ത് നൽകി നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാത വികസനമായാലും കേരളത്തിന്റെ കൂടി സഹായത്തോടു കൂടി നടപ്പിലാക്കിയ വിഴിഞ്ഞം പദ്ധതിക്കുള്ള സഹായമായാലും എല്ലാം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നിർമ്മല സീതാരാമന്റെ ഗവൺമെന്റ് ഇപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുള്ളത്. ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിക്കാനോ മലയാളികളെ ആകെ പരിഹസിച്ച ഈ നിർമ്മല സീതാരാമന്റെ നിലപാടിനെതിരെ ഇത്തരത്തിൽ CPIM നടത്തുന്ന പോലെയുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലോളത്തോളം കാലം മലയാളികൾ സ്വപ്നം കാണുന്ന ഒരു നാടാക്കി ഈ കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP ആയാലും ഇവിടം പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആയാലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി ഈ മലയാളികളെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ദേവി അധ്യക്ഷയായി. M. അജയകുമാർ, P. പങ്കജവല്ലി, K. രാഗേഷ്, K. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.